ദൈവം എന്നോട് പറഞ്ഞു, ആ ഇരിക്കുന്ന മനുഷ്യന് സമാധാനമില്ല, സ്വസ്ഥതയില്ലെന്ന്. സത്യം. എന്നോട് ദൈവം പറയുക, ഇന്ന് രാത്രി നിനക്ക് സ്വസ്ഥത വരാൻ പോവാ. നിലനിൽക്കുന്ന ഒരു സമാധാനം നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി വ്യാപരിക്കാൻ തുടങ്ങുക. കരഞ്ഞതിന് കയ്യുമില്ല, കണക്കുമില്ല. പക്ഷെ ദൈവം എന്നോടൊരു വാക്ക് പറയുക, അവനെ ദൈവം മടക്കിക്കൊണ്ടുവരാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ച് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ഇന്ന് രാത്രി ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ അധരങ്ങളും ഒന്ന് തുറന്ന് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ കുടുംബത്തിലേക്ക് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി. അവന് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലേ? വീട്ടിലിരിക്കും. ആര് കൊടുക്കണം ചെലവിന്? അപ്പം കൊടുക്കണം. എത്ര വയസ്സുണ്ട്? ഞാനിന്ന് രാത്രി വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഒന്നുമില്ലയോ? കുറവാ. വീട്ടിലെ സമാധാനമില്ല, അല്ലയോ? ഈ പരസ്പരം കണ്ടാൽ ഒരു സ്വസ്ഥതയില്ല. സത്യം. വീടിനെ ദൈവം വിവേചിക്കുക. എന്നിട്ട് യേശു എന്നോട് പറയുക, ഇന്ന് രാത്രി നശിപ്പിക്കാൻ വന്ന ശക്തിയുടെ കെട്ട് ദൈവം പൊട്ടിച്ചു കളയാൻ തുടങ്ങുക. മോനെ, നിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു പ്രതിസന്ധി നിന്റെ വീട്ടിൽ കിടപ്പുണ്ട്. നിന്റെ വീട് സ്വസ്ഥതയല്ല, സമാധാനത്തിലല്ല. പാരമ്പര്യമായിട്ട് ഒരു പ്രതിസന്ധി കുഞ്ഞിന്റെ മേൽ വരത്തില്ല, ഇവന്റെ മേലും വരത്തില്ല. ഇവന് കൃത്യമായിട്ടൊരു ജോലി കിട്ടും. അതിനുശേഷം ഇവരൊരു വിദേശ രാജ്യത്ത് പോകും. ആ രാജ്യം വരെ ദൈവം അവനെ ആദരിക്കും. സഭ ഒരുമിച്ച് ചേർന്ന് ആ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരല്ല, ആ നാമത്തെ വിളിക്കാൻ പറ്റുന്നവരല്ല വിളിച്ച യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഓ വിശുദ്ധിയിൽ ഭയങ്കരനെ, അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ദാചരി. മോനെ, നിന്റെ പേര് പറഞ്ഞു. കൂടാനുണ്ട്. ഇവന്റെ കൂടെ ഉള്ളവരൊക്കെ വന്ന അച്ഛമ്മ, അമ്മവ, വൈഫുവ. അഖിൽജിത്തിന്റെ അമ്മ, അച്ഛൻ, ഭാര്യ. മോളെ പേര് പറ. ശ്രുതി. അപ്പനെന്തേ? ഓ, ഇതാണ് അച്ഛൻ. സ്നേഹിച്ചവനോട് ഇറങ്ങിപ്പോന്നാന്നോ? വീട്ടുകാർക്ക് അന്ന് പ്രശ്നമായിരുന്നു, അല്ലയോ? ഇവനെ ഈ മുടി നീട്ടി വളർത്തി ഇവിടെ നിൽക്കുമ്പോഴേ യേശു എന്നോട് പറഞ്ഞു, ഇവൻ സ്നേഹിച്ചൊരു പെണ്ണെ വിളിച്ചുകൊണ്ട് വന്ന. കുഞ്ഞെ, നിനക്ക് തന്ന ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. നിന്റെ വീടിനകത്ത് അപ്പടി പ്രശ്നമാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ല. 100 പ്രാവശ്യം തിരിച്ചു പോട്ടോ എന്ന് വിചാരിച്ചാ നീ ഇപ്പൊ നിൽക്കുന്നത് തമ്പുരാന്റെ കരുണ. ഒന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച്
ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഇവിടെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായി വരാൻ പോവാ. മക്കളെ, മോനെ, നിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു പ്രതിസന്ധി നിന്റെ വീട്ടിൽ കിടപ്പുണ്ട്. നിന്റെ വീട് സ്വസ്ഥതയല്ല, സമാധാനത്തിലല്ല. ഒരു 3 ദിവസം സമാധാനമാണെങ്കിൽ 30 ദിവസം അസമാധാനത്തിന്റെ തിരത്തതല്ല. നീ ഇറങ്ങിപ്പോന്നപ്പോ വീട്ടുകാരെന്നാ പറഞ്ഞു? മിണ്ടിയില്ല, സങ്കടമായിരുന്നു, അല്ലയോ? ഇപ്പൊ അവര് മിണ്ടോ? എത്ര നാളായി മിണ്ടി തുടങ്ങിയിട്ട്? നല്ല ഭർത്താവായിട്ട് ജീവിക്കത്തില്ലയോ? ജീവിക്കണം. നല്ല ഭർത്താവല്ല, നല്ല മോനല്ല, നല്ല വിശ്വാസിയല്ല. ഇത് 3 ഇന്ന് രാത്രി വരണം. വേണ്ടേ? യേശു നിന്നെ സ്നേഹിക്കുക. നിന്റെ 1, 2, 3 എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ പറയും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി മോനെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാ. മോനെ, നിന്റെ വീടിനകത്തൊരു കുത്തിക്കൊലപാതകം ഉണ്ടാകുന്നേ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ നിപ്പുണ്ട്. പക്ഷെ എന്നോട് തമ്പുരാൻ പറയുവാ, ഇന്ന് രാത്രി നിന്റെ വീട് മാറാൻ പോവാ. ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ, യേശു നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ നിങ്ങളുടെ വീടൊരു സമാധാനത്തിന്റെ വീടായിട്ട് മാറും. ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ. ക്ഷമ ചോദിച്ചപ്പോ എല്ലാം മറന്നെന്ന് പറഞ്ഞോനെ. ക്ഷമ ചോദിച്ചപ്പോ എല്ലാം മറന്നെന്ന് പറഞ്ഞോനെ. അങ്ങ് സ്നേഹിക്കുന്നേ. എടീ, മാറും അവൻ, അറിയില്ല. ഓ, ഇവന്റെ പേരെന്തോടാ? അദ്വൈക്ക്. ജന്മദിനമായെന്ന്. അവന്റെ ബർത്ത്ഡേയാ. 1 വയസ്സായ അവന്റെ ആ നോട്ടം കണ്ടോ നീ? കുഞ്ഞെ, ഇവനെ എവിടെ പോയാലും ജീവിക്കാൻ സമ്മതിക്കാത്ത കെട്ട. അത് ഇന്ന് തുടങ്ങിയല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനം. അത് അവന്റെ മണ്ടയ്ക്ക് കിടക്കുക. കുഞ്ഞെ, നീ യേശുവിന് വേണ്ടി സമർപ്പിക്കണം. നിന്റെ ജീവിതം കൊടുക്കണം. വീട്ടിൽ സമാധാനമല്ലയോ? സ്വസ്ഥതയില്ല. ഇവനും ആ വീട്ടിലേ താമസിക്കുന്നേ? അതോ വേറെ പോയോ? ഇല്ല. ചേട്ടൻ എത്ര വയസ്സുണ്ട്? 26. നിനക്ക് എത്ര വയസ്സുണ്ട്? 24. അതിനു മുമ്പ് കെട്ടി. എടേ, ഇവനെ യേശുവിൻ്റെ ആളാക്കി വളർത്തണം. ഇന്ന് തൊട്ട് ഇവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. നിന്റെ വീടിനോട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നൊരു കാര്യം. എടാ, ഈ പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് കൊടുത്തായിരുന്നു വീട്ടുകാർ. നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ വരാതെ പോയിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച എല്ലാവരും കൂടെ. നമ്മുടെ നാടറിയാവുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ മനസ്സറിയാവുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഈ കുഞ്ഞിന്, എന്തോടാ ഇവൻ്റെ പേര്? അദ്വൈക്ക്. ഇവിടെ രസകരമായ പേര്. ഞാൻ ഈ അദ്വൈക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് അവിടെയൊക്കെ ഓൾഡ് ഏജ് ഹോമിൽ ഒരു 4 മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ ഒരു ബുക്കും ചെയ്യാതെ ഇന്നത്തെ ആരാധന ഇവന് പ്രാർത്ഥിക്കുക. നമ്മൾ ഓനെ, ഇവൻ യേശുവിൻ്റെ ആളാവും. നീ ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ? നീ ഇങ്ങനത്തെ പ്രാർത്ഥന ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാ ഇതൊക്കെ കാണുന്നത്? ആദ്യമായിട്ടാ? എടീ, കഴിഞ്ഞ ശനിയാഴ്ച കട്ടപ്പനയിൽ ഒരു ചെറുക്കൻ ഇതുപോലെ 3 കല്യാണം കഴിച്ച ക്രിസ്ത്യാനി കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ യൂട്യൂബിൽ ഇതല്ല, എന്നെ കാണാൻ വരുന്നവർ യൂട്യൂബിലെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വരൂ. ശമ്പു ഒക്കെ ഉണ്ടായിട്ട് മാറ്റി വെച്ചിട്ട് ഇടിവളയൊക്കെ ഊരിയിട്ട് വരൂ. ഇവൻ ഗ്രഹപ്പഴക്ക് ഇടിവളിയും കൊണ്ടാണ് വന്നേക്കുന്നത്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ കാര്യമായിട്ട്. അതാണ്ട് മോളെ, ഇവനെ യേശുവിന് കൊടുക്കണം. എടാ, എവിടൊക്കെ ജോലിക്ക് പോയി? ഒത്തിരി അടുത്ത് പോയി. ബാംഗ്ലൂരിൽ പോയി, എറണാകുളം പോയി, തിരുവനന്തപുരം പോയി. നീ പോകാത്ര ഒന്നുമില്ല. എവിടെ പോയാലും എത്ര മാസം നിൽക്കും? ഇപ്പൊ എത്ര വരെ പോകുന്നുണ്ട്? മാക്സിമം 1 മാസം. 1 മാസം ഒന്നിൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടത്തില്ല, അല്ല നമുക്ക് അവരെ ഇഷ്ടപ്പെടത്തില്ല, അല്ലയോ? നമ്മളിവിടെ ഇട്ടിട്ട് വീട്ടിൽ വരും. അത് ഈ പെണ്ണുമ്പളെ കാണാൻ ടെൻഡൻസിയാണ്. അല്ല, ജോലിക്ക് പോയി നിൽക്കണം. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത് പറയണം. ശരിക്കും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എടി, പോണ്ടേ? ജോലിക്ക് പോണ്ടേ? നീ കണ്ടോ അവിടെ മോഹം? അപ്പം അധ്വാനിച്ച് ഇവക്ക് കൊടുക്കണം. വിളിച്ചിറക്കി കൊണ്ട് വന്നല്ലേ? എടി,
ഇന്നവൻ മാറും, മാറും. എടാ ഞാൻ നീ മാറുമെന്ന് പറയുമ്പോൾ അവിടെ മൊത്തം ചിരി നീ കണ്ടോ? ശരിക്കും അവൾക്ക് ബുദ്ധിമുട്ടാ. വീട്ടിലും അന്വേഷിച്ചു കൊടുക്കണം, അപ്പനും ഒക്കെ. ഇത്രയും പ്രായം 24 വയസ്സ്, 17 തുടങ്ങൂലേ നമ്മളാ? ശരി, നിങ്ങളൊന്ന് കൈ നീട്ടി പിടിക്കാം. നീ യേശുവിൻ്റെ ആളാവും. എടാ മുടി വേണ്ട കേട്ടോ, മുടി കട്ട് ചെയ്യണം. കട്ട് ചെയ്യത്തില്ലയോ? മുറിച്ച് വേണ്ട, നീ പറയത്തില്ലോ ഡി. അവള് പറഞ്ഞ കണ്ടോ? ഞാൻ പറഞ്ഞു മടുത്ത അവസ്ഥ അനുസരിക്കത്തില്ല. ഉണ്ടോ? എടുത്തിട്ട് ഇടിക്കുമോ എന്ന് പോയി ഇടിക്കുമോ? നീ പാവം വെച്ച ഇടിക്കരുത്. നീ ഇടിച്ച അവള് ചത്തുവോ? ഇടിക്കരുത്. കരോട്ട വല്ല അറിയാം? ഇവിടെ ഒന്ന് പോയി പഠിച്ചേക്കണം. നിങ്ങളുടെ പിള്ളേരെയൊക്കെ ഞാൻ കരോട്ട പഠിക്കാൻ വിടുവാ. കുഴപ്പമില്ല. എടാ തലമുടി വെട്ടണം. പെമ്പിള്ളാർക്കാ തലമുടി വേണ്ട. എന്ന് വെട്ടും? നാളെ വെട്ടും. നിങ്ങളൊന്ന് കൈയടിച്ചൊരു സ്വോത്രം പറ. വള വേണ്ട, വള എനിക്ക്. ഇത് രക്ഷപ്പെട്ടാ നീ ഈ സന്തോഷത്തോട് ഊരുന്നില്ലേ? നീ രക്ഷപ്പെട്ടോ. അമ്മച്ചി ഇടല്ലേ കേട്ടോ. പിടിച്ചോ മോളെ, ഇടരുത് കേട്ടോ. ശരി, ഇനിയും വളയൊന്നും ഇടരുത്. മുടി വെട്ടണം. മുടി വെട്ടി എൻ്റെ നമ്പർ വാങ്ങിച്ചൊരു ഫോട്ടോ എനിക്ക് ഇട്ട് തരണം വാട്സപ്പിൽ. സുന്ദരന് ഇത് വേണ്ട, ആടിൻ്റെ മുട്ടനണ്ട താടി പോലെ കൊള്ളത്തില്ല. പഠിച്ചേക്കണം. പഠിക്കത്തില്ലയോ? നീ ഇതൊക്കെ പറയത്തില്ലയോ? അവളെല്ലാം പറഞ്ഞ് മടുത്താ. ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കാം അവള് പറയാൻ. അവള് ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനത്തെ പ്രാർത്ഥന വരുന്നതും ആദ്യമായിട്ടാ. എടാ എല്ലാം യേശുവിനറിയാം. ഞാൻ നിന്നോട് ഈ സരസായിട്ട് പറയുന്നത് നീ രക്ഷപ്പെടാനാ. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം നീ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ട് കാണാമെന്നാ. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. മോളെ, ഇവൻ യേശുവിൻ്റെ ആളാവും. നിന്റെ വീട്ടിൽ നിന്ന് വന്ന പാരമ്പര്യമായിട്ട് ഒരു പ്രതിസന്ധി കുഞ്ഞിൻ്റെ മേൽ വരത്തില്ല, ഇവന്റെ മേലും വരത്തില്ല. ഇവന് കൃത്യമായിട്ടൊരു ജോലി കിട്ടും. അതിനുശേഷം ഇവരൊരു വിദേശ രാജ്യത്ത് പോകും. ആ രാജ്യം വരെ ദൈവം അവനെ ആദരിക്കും. അവന്റെ ഇന്നത്തെ ഇവന് ഭയങ്കര ദേഷ്യ, ഭയങ്കര മുൻകോപമാ അല്ലേ? എടി ഭയങ്കര മുൻകോപമല്ലേ? എടാ ഭയങ്കര ദേഷ്യം അല്ലയോ? സത്യം, പെട്ടെന്നൊരു ദേഷ്യം വരും. കറക്റ്റ് അല്ലയോ? അത് അച്ഛനാന്നോ അമ്മയാന്നോ ഭാര്യയാന്നോ കൊച്ചാന്നൊന്നുമില്ല. ദേഷ്യം വന്ന അടിയും വെള്ളവും എല്ലാം കഴിഞ്ഞിട്ട് നീ മിണ്ടും ചിന്തിക്കത്തുള്ളൂ, അയ്യോ അച്ഛനായിരുന്നല്ലോ, വേണ്ടായിരുന്നു. അതൊരു പോരാട്ടമാണ്. എന്ന് തുടങ്ങിയത്? എന്ന് തുടങ്ങിയ അമ്മേ? എത്ര ആളായി? ഉണ്ട്. ശരി, ഇപ്പൊ ഞാനത് പ്രാർത്ഥിക്കുക. അത് വേണ്ട. നീ സന്തോഷത്തോടെ വള ഊരി തന്നില്ലേ, അതൊരു വിടുതലാ. നീ പോയി തലമുടിയും വെട്ടി ഈ താടിയും കൂടെ എടുത്ത് കഴിയുമ്പം പകുതി വിടുതലൂടെ വരും. നിനക്കൊരു ജോലി വീട്ടിൽ വരും. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. നീയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞും നിന്റെ അച്ഛനും അമ്മയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പോവാ.